ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇപ്പോൾ പി പി ടി കാണിക്കാൻ പോവുകയാണ്. പി പി ടി ആണ് മറ്റേ ഫസ്റ്റ് മൊഡ്യൂൾ ബി എം ഇയുടെ പി പി ടി നമ്മൾ കാണിക്കാം. ഇതിലാവുമ്പോൾ എല്ലാവർക്കും തിയറി നന്നായിട്ട് എഴുതാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്. തിയറി കുറച്ചുകൂടി പോയിൻറ്റ്സ് എഴുതാൻ വേണ്ടി. നമുക്ക് തെർമോഡൈനാമിക്സ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒബ്ജക്റ്റീവ് ആഫ്റ്റർ ഫിനിഷിംഗ് ദിസ് മൊഡ്യൂൾ യു ഷുഡ് ബി ഏബിൾ ടു നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ആൻഡ് apply the first and second laws of thermodynamics. Demonstrate your understanding of adiabatic, isochoric, isothermal, isobaric process. Write and apply a relationship determine the ideal efficiency of heat engine. നമുക്ക് ഇതിലേക്ക് നോക്കുകയാണ്. Thermodynamics can be defined as the science of energy. The name of thermodynamics stems from the Greek word therm heat, dynamics power, movement ആണ്, which is most descriptive of the early efforts to convert heat into power. One of the most fundamental laws of the nature is the conservation of energy principle. It simply states that during an interaction energy can change from one form to another, but total amount of energy remains constant. A rock falling off a cliff, for an example, pick up speed as a result of its potential energy being converted into kinetic energy. ഈ ഫിഗർ നോക്കാം. പൊട്ടൻഷ്യൽ എനർജി 10 യൂണിറ്റ്സ് കിടക്കുന്ന, കൈനറ്റിക് എനർജി 0 ആണ്. ഇവിടെ രണ്ടും താഴോട്ട് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 7 യൂണിറ്റ്സും കൈനറ്റിക് എനർജി 3 യൂണിറ്റ്സുമായിട്ട് കുറയും. ആണ് കൈനറ്റിക് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൽ മാക്രോസ്കോപ്പിക് ഉണ്ട്, മൈക്രോസ്കോപ്പിക് ഉണ്ട്. അതിൽ മാക്രോസ്കോപ്പിനെ ക്ലാസിക്കൽ എന്നും പറയും, മറ്റേതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക് എന്നും പറയും. നമുക്ക് ക്ലാസിക് തെർമോഡൈനാമിക്സ്, സ്റ്റാറ്റിക് തെർമോഡൈനാമിക്സ് നോക്കാം. Macroscopic approach to the study of thermodynamics that does not require a knowledge of the behavior of the individual particle is called classical thermodynamics. Macroscopic approach. It provides a direct and easy way to the solution of engineering problem. Pressure, temperature, example ആണ്. The matter is composed of molecules and the analysis is carried out by considering the position, velocity and energy of each molecules. It is called statistical thermodynamics. മൈക്രോസ്കോപ്പിക് അപ്രോച്ച്, അതാണ് മൈക്രോസ്കോപ്പിക് അപ്രോച്ചിൻ്റെ ഡെഫിനിഷൻ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. ദ എഫക്റ്റ് ഓഫ് മോളിക്കുലർ മോഷൻ ഈസ് കൺസിഡേർഡ്. ആപ്ലിക്കേഷൻ ഓഫ് ഏരിയ ഓഫ് തെർമോഡൈനാമിക്സ്: റെഫ്രിജറേറ്റർ, ഹ്യൂമിഡിഫയർ, പ്രഷർ കുക്കർ, വാട്ടർ ഹീറ്റർ, ഓട്ടോമാറ്റീവ് എഞ്ചിൻ, റോക്കറ്റ് എഞ്ചിൻ, പവർ പ്ലാന്റ്, സോളാർ കളക്ടേഴ്സ്, ഹീറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യും. ഇതാ കണ്ട ആപ്ലിക്കേഷൻസിൻ്റെ ഇത് കണ്ടോ, എല്ലാവരും നോക്കിക്കോ. ഹ്യൂമൻ ബോഡി, എയർ കണ്ടീഷൻ സിസ്റ്റം, എയർപ്ലെയിൻ, കാർ റേഡിയേറ്റേഴ്സ്, പവർ പ്ലാന്റ്സ്, റെഫ്രിജറേഷൻ സിസ്റ്റം. കണ്ടോ നമ്മുടെ ഓരോ ഇതും കണ്ടല്ലോ. System is defined as quantity of matter or a region is space chosen for study. The mass of region outside system is called the surrounding. Mass or region outside system is called surroundings. Outside ഉള്ള surrounding. Type of system: open system, closed system, isolated system. ഇത് നേരത്തെ പറയാൻ വിട്ടുപോയത്, ഈ പി പി ടിയിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവരും നോക്കുക. നമുക്ക് ഓപ്പൺ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഓപ്പൺ സിസ്റ്റം കൺട്രോൾ വോളിയം. ഇവിടെ വോളിയം കൺട്രോൾ ചെയ്യും. മൂവ് ചെയ്യുന്നു, ഫിക്സഡ് ബൗണ്ടറി, മൂവിങ് ബൗണ്ടറി. ഹീറ്റ് വർക്ക് ഔട്ട് ആവുന്നു, പുറത്തേക്ക് പോകുന്നു, ബൗണ്ടറി. മാസ് അകത്ത് കയറുന്നു, പിന്നെ മാസ് ഔട്ട്. ഹീറ്റ് വർക്ക് എങ്ങനെ ക്രോസ് ചെയ്ത് സിസ്റ്റത്തിനകത്ത് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. Both mass and energy can cross the boundary of the control volume. Example, compressor, turbine, nozzle. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്ലോസ്ഡ് സിസ്റ്റം, ബൗണ്ടറി, ഹീറ്റ് വർക്ക് ഔട്ട്. കണ്ട ഈ ഫിഗർ നന്നായിട്ട് വരയ്ക്കുക. ക്ലോസ്ഡ് സിസ്റ്റം, മാസ് കോൺസ്റ്റൻറ്റ്, എം ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, മാസ് കയറുന്നു,
പുറത്തിറങ്ങുന്നു. Fixed amount of mass and no mass can across its boundary. Energy in the form of heat or work can cross the boundary, and the volume of a closed system does not have to be fixed. Isolated system. There is no interaction between system and the surrounding. It is of fixed mass and energy, and hence there is no mass and energy transfer across the system boundary. Example, universe മനസ്സിലാകാം. State of a system അത് വരയ്ക്കുക. Pressure, volume, temperature വരും. Condition, physical existence of a system at any instant. State of thermodynamic system is described by specifying its thermodynamic coordinates or thermodynamic properties. At a given state, all the properties of system have fixed values. Properties of a system. Any characteristics of a system is called a property. Some familiar properties are pressure, temperature, volume, and mass. Quantities which identify the state of a system. Property must have a definite value when the system is at a particular state. Intensive, extensive property. Intensive properties are those that are independent of the mass of a pressure and temperature, pressure, density. Extensive property depend on the size, volume, and total momentum and total mass. Extensive properties. Equilibrium. Thermodynamics deals with equilibrium states. The word equilibrium implies a state of balance. In an equilibrium state, there are no unbalanced potential within the system. A system in equilibrium experiences no changes when it is isolated from its surroundings. A system is said to be thermodynamic equilibrium if satisfy following requirement. Equilibrium: mechanical equilibrium, thermal equilibrium, chemical equilibrium, phase equilibrium. ഇത് കണ്ട ഇത് മനസ്സിലാക്കാം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, there is no unbalanced force acting on the system. അപ്പുറത്ത് ടെമ്പറേച്ചർ ഈസ് സെയിം ത്രൂ ഔട്ട് ദ എൻ്റയർ സിസ്റ്റം. ഇപ്പുറത്ത് മാസ് ഓഫ് ഈച്ച് ഫേസ് റീച്ചസ് ആൻ ഇക്വിലിബ്രിയം ലെവൽ. chemical composition does not change with time, that is no chemical reaction occur. Process. Reversible. Any change that a system undergoes from one equilibrium state to another is called a process. Transformation from one state to another. Irreversible process. Restoring its original state by reversing factors. Responsible occurrent. Process that can be reversed without leaving any trace on the surrounding. The initial stage and energy is transformed cannot be restored without net change in the system after the process. Irreversible reversible. ഈ ഫിഗർ വരയ്ക്കുക. In reversible process, two states can be shown by continuous line. Reversible process is an ideal process. Reversible process is usually represented by a denoted line joining the end states. In real process, the intermediate state points cannot be located. A factor, reversible factor, chemical reaction, viscosity അങ്ങനെ പോകും. Path. The series of states through which a system passes during a process is called the path of the process. The series of states through which a system passes during a process is called the path of the process. അടുത്ത describe a process completely. One should specify the initial and final states of process as well as the path it follows and the interaction with the surrounding.
path and point function. Path function. If the value of the thermodynamic variable depends upon the path followed in going from one state to another. Path functions are not properties of the system. Path functions have inexact differential designated by the symbol delta. Work W, heat. Dou W equal W12. Dou Q is equal to Q12. Integral 1 to 2 dou Q dou W equal to W12. Integral 1 to dou Q Q is equal to Q12. W2 minus W1 അതാണ് dW. And not dQ, Q2 minus Q1, not dQ. അടുത്ത പോയിന്റ് ഫങ്ഷൻസ്. നമ്മളിനിയാണ് സൈക്കിൾ. നമ്മൾ സൈക്കിളിലേക്ക് കടക്കുകയാണ്. വെൻ എ സിസ്റ്റം in a given initial state experience series of process and returns to the initial state, the system undergoes a cycle. At the end of the cycle, the properties of the system are the same values they had at the beginning. Thermodynamic path in a cycle is in closed loop form, and integral dP is equal to 0. P is any thermodynamic property. Cycle integral of any property in a cycle is 0. Temperature and zeroth law of degree of hotness or coldness of a body or environment. The equality of temperature is the only requirement for thermal equilibrium. And driving potential causing the flow of energy as heat. ഗ്യാസ് ടെമ്പറേച്ചർ ഉണ്ടോ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റാണ്, നിങ്ങൾ പഠിക്കുക. Zeroth law of thermodynamics. The zeroth law was the first formulated by labeled by R.H. Fowler in 1931. If two systems, say A and B, are thermal equilibrium with a third system, say C, separately, that is A and C are thermal equilibrium, B and C in thermal equilibrium, then they are in thermal equilibrium themselves. A and B are thermal equilibrium state. ഈ ഫിഗർ വരയ്ക്കുക, എല്ലാവരും വരയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇതാണ് തെർമോഡൈനമിക് ഇക്വിലിബ്രിയം. തെർമോമീറ്റർ അതാണ്ട ഒബ്ജക്റ്റ് 3 അങ്ങനെ. ടെമ്പറേച്ചർ സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിൽ അതാണ് K. Pressure is defined as the normal force exerted by a fluid per unit area. ഈ ഫോർമുലാസ് എല്ലാം എഴുതുക. പ്രഷറിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 1.01 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എഴുതുക. ഗ്യാസ് പ്രഷർ കണ്ടല്ലോ. ഗ്യാസ് ലോ, ചാൾസ് ലോ, ബോയിൽസ് ലോ അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. PV = nRT വെച്ചുകൊണ്ട് അവഗാഡ്രോസ് അങ്ങനെ പല ലോസും ഉണ്ട്. വാണ്ടർവാൾസ് ഇക്വേഷനുണ്ട്. നമ്മൾ +2 പഠിച്ചതാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ജസ്റ്റ് എല്ലാവരും അറിഞ്ഞാൽ മതി. ഇതൊരു ചെറിയ പക്ഷേ ഒരു എളുപ്പമുള്ളൊരിതാണ്. ഇതാരും കൊണ്ട് കളയരുത്. ഈ BME പെട്ടെന്ന് പാസ്സാൻ പറ്റും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എനർജിയുണ്ട്, ഹീറ്റ് എനർജിയും വക്കുമുണ്ട്. ഈ ഡയഗ്രാം വരച്ച് വയ്ക്കാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഡെഫിനിഷൻ നോക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഓൾസോ നോൺ ആസ് ദ കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ, provides a sound base for studying the relationships among the various forms of energy and energy interactions. The first law states that when a closed system executes a complete cycle, the sum of heat interaction is equal to the sum of work interaction. Q is equal to W. Q net is equal to W net. Integral അങ്ങനെ സിസ്റ്റം കണ്ട W1 W2 Q1 Q2. Q is equal to sigma Q is equal to sigma W. കണ്ട Q1 minus Q2 W2 minus W1. കണ്ട ഇതാണ് ഫസ്റ്റ് ലോ അപ്ലൈഡ്. ഈ ഗ്രാഫ് നന്നായിട്ട് പഠിക്കണം. സൈക്ലിക് പ്രോസസ്സ് വരുന്ന
ഈ ഗ്രാഫ് നന്നായിട്ട് പഠിക്കുക എല്ലാവരും. നമ്മൾ വിചാരിച്ചതിനേക്കാളും നമ്മളൊരു വിധം എത്തി. കുറേ ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഈ നമ്മൾ എൻതാൽപ്പി എന്താണെന്ന്. പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് PM1 കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിനി നോക്കാൻ പോകണം. വയലേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്, പ്രൊഡ്യൂസ് എ വർക്ക് വിത്തൗട്ട് കൺസ്യൂമിങ് an equivalent amount of heat energy derives continuously emitting without consuming any work. H is equal to U plus PV. Measure the total energy of a thermodynamic system. Sum of the internal energy and pressure volume product. Anda MCP and DH is equal to Q delta Q1 to MCP T2 minus T1. The ratio of specific CP by CV gamma U plus PV is equal to MRT. അതുകൊണ്ടാ റെഫ്രിജറേറ്റേഴ്സ് സെക്കൻഡ് ലോയിൽ ഹീറ്റ് എൻജിൻസും വരും, ഹീറ്റ് പമ്പ്സും വരും. നമ്മുടെ സെക്കൻഡ് ലോയുടെ ഫിഗർ ഇതാണ്, ആരും മറക്കരുത്. ദ പ്രോസസ് കനോട്ട് ഒക്കർ അൺലെസ് ഇറ്റ് സാറ്റിസ്ഫൈസ് ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓൾസോ അസെർട്സ് ദാറ്റ് എനർജി ക്വാളിറ്റി ആസ് വെൽ ആസ് ക്വാണ്ടിറ്റി. ഈ പടം നിങ്ങൾ വരയ്ക്കുക. ഇത് സിമ്പിളാണ്, ഞാൻ ഇപ്പോൾ കാണിച്ചത്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അത് കണ്ട. ദ തെർമൽ എനർജി ഹീറ്റ് എൻജിൻ കണ്ട താഴെയില്ല. റെഫ്രിജറേറ്റേഴ്സിൻ്റെ ഹീറ്റ് പമ്പ്സിൻ്റെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ എ സൈക്കിൾ ആൻഡ് produces no effect other than the transfer of heat from a lower temperature body to a higher temperature body. Both the Kelvin Planck and Cauchy statement of the second law of negative statement and a negative statement cannot be proved like any other physical law. The second law of thermodynamics is based on experimental observations. കണ്ട ക്ലോഷ്യസിൻ്റെ ഓരോ കാര്യങ്ങളും കണ്ട. കോൾഡ് റെഫ്രിജറേറ്റഡ് പ്രോസാണ് എഴുതേണ്ടത്, അവിടെ ചെയ്യേണ്ടത്. സിമ്പിളാണിത്, നമ്മൾ പാടുന്നതാണ് നമ്മൾ കരുതുന്നത്. ഇത് ഒരു സിമ്പിളായൊരിതാണ്. ഇക്വലൻസ് ഓഫ് കെൽവിൻ പ്ലാങ്ക് കോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ട. ഹീറ്റ് എൻജിൻ ഇങ്ങനെ കണ്ട, ലോ തെർമൽ ഇങ്ങനെ കണ്ട കൊടുത്തേക്കുന്ന. ഇതങ്ങ് വരയ്ക്കുക. ഇതെല്ലാവരും വരച്ച് വയ്ക്കുക. ഈ ഫിഗറൊക്കെ എക്സാമ്പിളായിട്ട് വരയ്ക്കുക. ഇതോടുകൂടി നമ്മുടെ പെർപ്പച്വൽ മോഷനും എൻട്രോപ്പി ഡിസോർഡർ ഓഫ് എ സിസ്റ്റം DS = Q/T കണ്ട. ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. തേർഡ് ലോ നമുക്ക് പഠിക്കാനില്ല. നമ്മളിനി കോൺസ്റ്റൻറ്റ് വോളിയം നമ്മളിനിയാണ് നമ്മളൊരാളെ പരിചയപ്പെടാൻ പോകണം. ഇത്രയും പറഞ്ഞു. കാർനോട്ട് സൈക്കിളിൽ 1 to 2 ആ ഫിഗർ നോക്കുക. ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കും. പിന്നെ പ്രോസസ്സ് 2 to 3 ഐസെൻട്രോപ്പി എക്സ്പാൻഷൻ. 3 to 4 ഐസോതെർമൽ കംപ്രഷൻ. 4 to 1 ഐസോതെൻട്രോപ്പിക് കംപ്രഷൻ. കണ്ട ഓരോ സ്റ്റേജസ് കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗർ എല്ലാവരും വരയ്ക്കുക. PV ഡയഗ്രാം വരയ്ക്കുക. ഞാൻ അതെടുത്ത് ഇതിങ്ങനെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, അതാണ് ഇങ്ങനെ വരുന്നത്. ക്ഷമിക്കണം എല്ലാവരും. നമ്മളിത് മാക്സിമം ഒരു സ്കോറിംഗ് പേപ്പറാണ്. ഈ ഒരു പേപ്പർ ആരും കളയരുത്. ഈ ഫിഗർ എല്ലാവരും ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. PVയുടെ ഈ ഡയഗ്രാം മാത്രമേ വരയ്ക്കാവൂ. ഈ ഡയഗ്രാം കണ്ട. ഈ ഡയഗ്രാം വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓട്ടോ സൈക്കിൾ ഐസെൻട്രോപ്പിക് 1 to 2 2 to 3 ഹീറ്റ് ഇന്നാണ്. കോൺസ്റ്റൻറ്റ് വോളിയം.
Otto cycle is an ideal cycle for spark ignition reciprocating petrol engine. It is named as Nicholas A. Otto built a successful 4-stroke engine in 1876 Germany using cycle proposed by Frenchman Biot and Roches in 1862. He Q in MC T3 minus T2. Q out MCV T4 minus T2. R is equal to V1 by V2. R is equal to V4 by V2. ഐസെൻട്രോപിക് കംപ്രഷൻ ഇങ്ങനെ ഓരോ ഇക്വേഷൻസ് എഴുതുക. എന്നിട്ടാണ് എഫിഷ്യൻസി ഉണ്ട് 1 മൈനസ് ക്യൂ ഔട്ട് ബൈ ക്യൂഇൻ. ക്യൂവിൻ്റെ ആ ഇക്വേഷൻസ് ചേർക്കുക. അപ്പോൾ 1 ബൈ ആർ റേസ് ടു ഗാമ മൈനസ് 1 ഇങ്ങനെയാണ് വരുന്നത്. ഡീസൽ എൻജിൻ വരുമ്പോൾ ഐസെൻട്രോപിക് കംപ്രഷൻ ഫസ്റ്റ് വരും, പിന്നെ കോൺസ്റ്റൻറ്റ് പ്രഷർ വരും, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, കംപ്രഷൻ റേഷ്യോ ആർ ഈസ് ഇക്വൽ ടു V1 by V2, എക്സ്പാൻഷൻ റേഷ്യോ R1 V4 by V3, കട്ട് ഓഫ് റേഷ്യോ റോ ഈസ് ഇക്വൽ V3 by V2, R1 R by RP, R by റോ. ഹീറ്റ് സപ്ലൈഡ് MCP T3 minus T2, heat rejected MCV T4 minus T1, work done Q in minus Q out. Thermal efficiency 1 minus Q out by Q in, 1 minus MCV T4 minus T1 divided by MCP T3 minus T2, 1 minus R raised to gamma minus 1, 1 by R, gamma raised to into 1 by R into gamma rho raised to R minus 1 by rho minus 1. അങ്ങനെ ഇത് കാണും. ഈ ഡയഗ്രാംസ് എല്ലാം വരച്ച് പഠിക്കുക. ഇതോടുകൂടി നമ്മുടെ ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിൾ, ഇതോടുകൂടി ഈ കമ്പാരിസൺ ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിൾ 1 to 2 to 3 4 to 1 ഷോസ് ഓട്ടോ സൈക്കിൾ 1 to 2 5 4 1 diesel cycle. For the Otto cycle pump heat supply area under 2 to 3 TS diagram is greater than diesel cycle area under 2 to 5 TS diagram. Otto cycle will have a higher thermal efficiency for the same compression ratio. Correct. ഇതോടുകൂടി നമ്മുടെ ഈ പോർഷൻ തീർന്ന് നമ്മളെടുത്ത് തീർത്തു. ഇമ്പോർട്ടൻ്റ് ആയ ഈ PV ഡയഗ്രം, ഈ ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിക്കുക. നിങ്ങളെല്ലാവരും വരച്ച് പഠിക്കുക. ഇത് നല്ലൊരു എളുപ്പമുള്ളൊരിതാണ്, ആർക്കും ഒരു പാടൊന്നുമില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഇടുന്നതും പ്രോബ്ലത്തിൻ്റെത് ഉടനിടുന്നതാണ്.